ഹായ്, ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഈ സൗണ്ട് മ്യൂട്ടാക്കിയ കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നല്ല പിള്ളേരുടെ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കി ഇപ്പോൾ അല്ലാതെ വോയിസ് ഓവർ കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ആ ചിക്കൻ റെസിപ്പിയിലൂടെ എൻ്റെ സ്റ്റൈലായിട്ടുള്ള ചിക്കൻ റെസിപ്പി ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാ ചിക്കനൊക്കെ നല്ല കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബോൺലെസ് ചിക്കനാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട്. മക്കൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അപ്പം നമുക്ക് കറി വെക്കാനായിട്ട് വേറെ ചിക്കൻ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് അരക്കിലോ അങ്ങനെ 1 kg ആണ്. ഇത് അരക്കിലേ ഉള്ളൂ. അപ്പം ഞാനിത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പം നമ്മളിപ്പം മസാലയൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ, എന്നാലല്ലേ മസാലകളൊക്കെ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ വിചാരിച്ചു നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പീസെല്ലാം എടുത്തിട്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് മസാലയെല്ലാം ചേർത്തതിന് ശേഷം അതൊന്ന് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മറ്റേനകത്തോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഉപ്പൊന്നും പിടിക്കത്തില്ല, അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും. ഞാനെന്താണ്ട് ഇതിനകത്തിലോട്ട് കുറച്ച് മുളക് പൊടി, എരിവ് തീരെ ഉപയോഗിക്കുന്നില്ല ഇവിടെ. മൊത്തത്തിൽ മക്കൾ മാത്രമല്ല, മൊത്തത്തിൽ ആരും എരിവ് ഉപയോഗിക്കാറില്ല. ഞാനും ഉപയോഗിക്കാറില്ല, എൻ്റെ ഹസ്ബൻഡും മക്കളും ആരും എരിവ് ഉപയോഗിക്കാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് എരിവ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇമ്മിണി ഗരം മസാലയും പിന്നെ ചിക്കൻ മസാലയും പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ്. ഞാൻ നോർമലി ഇപ്പം മെഴുക്ക് പുരട്ടുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും നോർമലി നമ്മൾ എടുക്കുന്ന ഉപ്പിനെക്കാട്ടിലും കുറച്ചേ ഉപ്പ് എടുക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതൊരു നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ശകലം കറിവേപ്പില ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ പ്രത്യേകം ചതയ്ക്കുന്നില്ല, പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ. പിന്നെ പ്രത്യേകം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാല മസാല, അത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു തരം മസാല. എന്താ സംഭവം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തൊക്കെയോ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ സ്പെഷ്യൽ സ്പൈസസ് ഒക്കെ ചേർത്ത് പൊടിക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഏത് നോൺ വെജ് കറി ഉണ്ടാക്കിയാലും അത് ശക്കല ഒരു ശക്കല ഇട്ടാൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. ആ ഒരു ഫ്ലേവറേ മാറിപ്പോകും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പിന്നെ തൈരൊന്നും ചേർക്കുന്നില്ല. ഒരു മുറി നാരങ്ങ പിഴിയാനേ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു മുറി ഞാൻ നേരത്തെ എന്തോ വെച്ചപ്പോൾ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഇത് മുറിച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് ഇനി തറയിലിട്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ പദം വരുത്താനൊന്നും പറ്റിയില്ല, മുറിച്ചതായതുകൊണ്ട്. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ഒരു മുറി നാരങ്ങ കൊണ്ട് നല്ലതായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കണം. അപ്പം ഞാൻ നമ്മുടെ സ്വന്തം ആയതാണല്ലോ കൈ, നമ്മുടെ വീട്ടിലേക്ക് വെക്കുകയല്ലേ, അപ്പം നമ്മൾ വേറൊരാളെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ മസാലയെല്ലാം നല്ല രീതിയിൽ കഷ്ണത്തിലൊക്കെ ഇളക്കി പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറി മറ്റേ ആ ചിക്കൻ കറിയായിട്ടല്ലായിരുന്നു ഞാൻ വെച്ചിരുന്നത് കേട്ടോ, അതൊരു പെരട്ട് പോലെ. അപ്പോൾ അത് ആകുന്ന സമയത്തേക്ക് ഇതെന്തായാലും അങ്ങോട്ട് നമുക്ക് മാറ്റി അടച്ചെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. അപ്പം ഞാനത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്തോട്ട്. അടുത്ത ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ, നെക്സ്റ്റ് പാർട്ടുണ്ട്. 1/2 കിലോ എല്ലുള്ള ചിക്കൻ, നമുക്ക് മസാല വെക്കാനുള്ള ചിക്കൻ. അപ്പോൾ ഞാനത് അങ്ങോട്ട് എടുത്തിട്ടു. ഇതിപ്പം 1/2 കിലോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. കഴുകി വൃത്തിയാക്കിയെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അപ്പം ഞാനതുപോലെ ഒരു പെരട്ട് പോലെ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാളയും 2 ഉരുളക്കിഴങ്ങും 1 തക്കാളി, ഒരു വെളുത്തുള്ളി മുഴുവന്. ഈ വെളുത്തുള്ളി മുഴുവനായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ, അല്ലിയായിട്ട് എടുക്കുന്നതേ ഇല്ല, അതിൻ്റെ തൊലിയും കളയത്തില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ഇതുപോലെ അതിൻ്റെ മണ്ടയ്ക്കത്തെ കരിന്തൊലിയൊക്കെ ചിരണ്ടി ഇളക്കി അതിൻ്റെ വാലും മണ്ടയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ ഇങ്ങനെ തന്നെ ഇത് നമുക്ക് ആ ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഇറങ്ങുന്നതും അതും നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഇത് വേവുമ്പോൾ അതിനകത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് ഈ വെളുത്തുള്ളി കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് അറിയാവോ. എനിക്കും ഭയങ്കര ഇഷ്ടം, ഞാനും കഴിക്കും, എൻ്റെ ഹസ്ബൻഡും കഴിക്കും, നല്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഈ ഒരു വെളുത്തുള്ളി അതിന് എപ്പോൾ വെച്ചാൽ നേരം വെളുത്തുള്ളി മുഴുവനായിട്ട് അങ്ങിടും കേട്ടോ. ഇതാണ്. പിന്നെ പൊട്ടറ്റോ അതാണ്ട് ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മുടെ സവാള സാധാരണ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതിന് കൂടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ തന്നെ. നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷനിനകത്തോട്ട് പോകാം.
അപ്പോൾ ഞാൻ മൺചട്ടിക്കകത്താണ് വെക്കുന്നത് കേട്ടോ. കാരണം ഇത് പുരട്ടി വെക്കുന്നതായിട്ട് തോന്നുന്നു. നമ്മൾ ഈ ചീനച്ചട്ടിക്കകത്തൊക്കെ വെക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ, ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കാരണം വെള്ളം കുറച്ച് ഒഴിച്ചാലും അത് ആ വെള്ളം പറ്റിയെടുക്കണം നമ്മൾ പുരട്ടായിട്ട് എടുക്കുമ്പം. അപ്പം ഈ ചട്ടിയാകുമ്പോൾ ചട്ടിയുടെ ഒരു 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 എന്താ നമുക്കറിയാമല്ലോ, ലാസ്റ്റ് ആകുമ്പോൾ ശക്കലമൊന്നും തിളയുണ്ടെങ്കിലും നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ആ ചട്ടിയുടെ ചൂടിൽ കിടന്ന് ആ വെള്ളം അങ്ങ് പറ്റിക്കോളും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മൺചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, തുണിയുടെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട്. 2 ചട്ടിയുള്ളൂ ആകെ വീട്ടിൽ. ഇപ്പം എന്താ ചട്ടിയൊക്കെ ചൂടാവുന്ന എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അതിനകത്തിലോട്ട് കുറച്ച് കടുക് ഇട്ട് കഴുകുന്ന പൊട്ടുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ആദ്യമേ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിനകത്തിലോട്ട് വെളുത്തുള്ളി, നമ്മൾ മുഴുവനെ വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇല്ലേ, അത് ആദ്യമേ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് കിടന്ന് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. നല്ല രീതിയിൽ വഴണ്ട് വരണം. വഴണ്ട് വരാനായിട്ട് ഞാൻ പിന്നെ കുറച്ച് ഉപ്പൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ആ ഒരു പെട്ടെന്ന് വാടാനായിട്ട് സവാള ഉപ്പിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഈ സവാളയുടെ കൂട്ടത്തിൽ തന്നെ കിടന്ന് നമ്മുടെ ആ വെളുത്തുള്ളി ഉണ്ടല്ലോ നല്ല രീതിയിൽ വാടിയിട്ട് വേവുകയും ചെയ്യും കേട്ടോ. പ്രത്യേകം ഇതിന് ഒരുപാട് അങ്ങ് വേവ് വരുന്നില്ല, ഉള്ളിലോട്ടൊക്കെ നല്ലതായിട്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ വരും കേട്ടോ, വെന്തിട്ട് കുഴഞ്ഞ്. ഇനിയിപ്പോൾ ഇതിവിടെ കിടന്ന് നല്ലതായിട്ട് വാടട്ടെ. അപ്പം ഇത് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ശക്കലം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കാരണം നമ്മൾ പ്രത്യേകം ഇഞ്ചി ചേർക്കുന്നില്ലല്ലോ, അതിനുവേണ്ടി ഇമ്മിണി ഇട്ടുള്ളൂ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇത് ഒന്നുകൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം മാറാനായിട്ട്, പച്ച ചുവ മാറാനായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇളക്കിയിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ഇത് വഴണ്ട് വരുന്ന ഒരു പകുതി ആ ഒരു വഴണ്ട് വന്ന പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് വേണം നമുക്ക് നമ്മുടെ ശക്കലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കളർ വരാനായിട്ട്. കാരണം ഇതിൻ്റെ ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നേരെ ഇടാൻ പോകുന്നത് എന്താ, പൊട്ടറ്റോയെ ഇടാൻ പോകുന്നത്. അപ്പോൾ ആ പൊട്ടറ്റോയിലൊക്കെ ആ ഒരു കളർ പിടിക്കാനും വേണ്ടിയിട്ട് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിപ്പം നമ്മുടെ സവാള ഒരു പകുതി വാടിയിട്ടുണ്ട്. ആ പകുതി വാട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. കാരണം പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അവിടെ കിടന്ന് നന്നായിട്ട് വാടട്ടെ. വാടി വരുമ്പോൾ ഇതിനകത്തിലോട്ടാണ് നമ്മൾ പിന്നെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ സവാള ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ സവാളയുടെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ പീസ് ഇടും. ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഈ ചിക്കൻ പീസിൻ്റെ സ്റ്റോക്ക് ഇറങ്ങും. സവാളയ്ക്കകത്തൊന്നും കുറേശ്ശെ വെള്ളം ഇറങ്ങത്തില്ലേ, ഇറങ്ങി വരുമ്പോൾ ഇതിനകത്ത് കിടന്നങ്ങ് സവാള അങ്ങ് അളിയും കേട്ടോ. അളിഞ്ഞ് ആ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം നോക്കി ഇവർ മസാല ഇട്ട് കൊടുക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ വെക്കുന്നത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് വെക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഗ്രേവി കൂട്ടി ചോറ് കഴിക്കാൻ കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അവർ മിക്കപ്പോഴും ഈ ചിക്കനോ അങ്ങനെ മട്ടനോ എന്തെങ്കിലും വെക്കുമ്പോൾ കൊണ്ടുതരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ സവാളയും കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, നമ്മുടെ മസാലകൾ ആസ് യൂഷ്വൽ നമ്മൾ ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത മസാല ഉണ്ടല്ലോ, മുളക് പൊടി, പിന്നെ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ഇടാറില്ല. ചില ആൾക്കാരെ ഇടുന്ന കാണും കൊഴുപ്പിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, ഞാൻ ഇടാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടു, പിന്നെ ആ കാല മസാല അത് ലാസ്റ്റ് തീരാറായിരുന്നു, പിന്നെ തട്ടിക്കുടഞ്ഞ് അതും അങ്ങ് ഇട്ടു. ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം ഇട്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ്ടേ, നമ്മുടെ വെളുത്തുള്ളി അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഞാൻ തക്കാളിക്ക് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തക്കാളിക്ക് ഒരുപാട് അങ്ങ് വഴണ്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല.
അതുകൊണ്ടാണ് ഇതുവരെയായിട്ടും ഇടാഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ തക്കാളിക്ക് ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരുപാടിട്ട് വഴറ്റത്തില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ പീസ് ഇടും. എനിക്കിങ്ങനെ എന്താ പറയുക, തക്കാളിക്ക് ഒരുപാട് വഴറ്റി ഇങ്ങനെ കുഴയ്ക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ചിക്കൻ പീസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസും ആ മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിക്കണം. നല്ല രീതിയിൽ മസാലകളെല്ലാം ചിക്കൻ പീസിലോട്ട് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ശകലം മതി. കാരണം നമ്മൾ ആ തവി പിന്നെ കഴുകി ഒഴിക്കുന്ന വെള്ളമില്ലേ, അത് അത്രയും മതി. ഒരുപാടങ്ങ് ഒഴിക്കാൻ നിൽക്കില്ല. കാരണം നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചിക്കനകത്തും വെള്ളമുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നും വെള്ളം ഇറങ്ങും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ എന്താ പറയുക പൊട്ടറ്റോ നമ്മൾ വഴറ്റിയിട്ടുണ്ട്, വഴണ്ടതാണ്. അപ്പോൾ അതിന് ഒരുപാടങ്ങ് വേവ് ഇനി കാണത്തില്ല. അപ്പോൾ ആ ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു വേവ് മാത്രമേ ഇനി പൊട്ടറ്റോയ്ക്കും കാണത്തുള്ളൂ. അപ്പോൾ അത് അത്രയും മാത്രം മതി. നമുക്കിനി ഇതൊരു തപ്പിപ്പൊത്തി വെച്ച് എന്താ പറയുന്നത് തവി കഴുകി വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ നടുക്കൊരു കുഞ്ഞു കുഴി ഒഴിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ വെക്കുന്നതല്ല, വീട്ടിൽ വെക്കുന്ന സ്റ്റൈലല്ലയോ. അപ്പോൾ അതെടുത്ത് നമ്മളൊന്ന് യൂട്യൂബിൽ ഇടുന്നു, അത്ര മാത്രം. അപ്പോൾ ആ തവി കഴുകി ഒഴിക്കുന്ന വെള്ളം നമുക്ക് കുഞ്ഞു കുഴിക്കകത്തോട്ട് ഒഴിച്ച് അടിക്ക് പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രം. ചട്ടിയല്ലേ, അറിയാൻ പറ്റില്ലല്ലോ, അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടു, ഒരു തുള്ളി വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, വേറെ വെള്ളം ഒഴിച്ചതേ ഇല്ല. ഇനി ചിക്കനകത്തു നിന്നെല്ലാം വെള്ളം ഇറങ്ങും. നമുക്കിനി ഇത് അടച്ച് ഭദ്രമായിട്ട് വെക്കാം. ഭദ്രമായി ഒരു തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. കണ്ടോ, ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ തക്കാളിക്ക് അത് കൂട്ടുണ്ട്, വെന്തിട്ടുണ്ട് തക്കാളിക്കൊക്കെ. നമ്മുടെ വെളുത്തുള്ളി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിന് ആ പരുവം കാണുമ്പോഴേ നമുക്കറിയാം. അപ്പം നമുക്കൊന്ന് ഇളക്കിയെടുത്ത് പിന്നെ ഒന്ന് അടച്ചു വെക്കാം. കാരണം ചിക്കൻ പീസ് വേകാനുള്ള സമയമായിട്ടില്ല, തിളച്ചപ്പോഴേ ഞാനെടുത്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ അടച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആദ്യമേ സവാള വഴറ്റിയപ്പോൾ നമ്മൾ ഉപ്പിട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ പിന്നെ ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പ് ശകലം കുറവായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും കാണുമല്ലോ എന്തെങ്കിലും ഒരു കുറവ് പോലെ. അപ്പോൾ ശകലം കൂടെ ഉപ്പിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ പിന്നെ അടപ്പെടുത്ത് അടച്ചു വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അടപ്പെടുത്ത് തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ട്. ചിക്കനും വെന്തു, പൊട്ടറ്റോയും ഒക്കെ വെന്തു, നല്ല പരുവായി. വെള്ളം കുറച്ച് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പൊട്ടറ്റോ കണ്ടോ, ഇപ്പോൾ കാണിച്ചു തരാം. നന്നായിട്ട് മുറിഞ്ഞു. ഈ പൊട്ടറ്റോ ഒക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാവോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ വെളുത്തുള്ളിയും പൊട്ടറ്റോ ഒക്കെ കഴിക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ തേങ്ങാക്കൊത്തിട്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തേങ്ങയില്ലായിരുന്നു, അതുകൊണ്ട് തേങ്ങാക്കൊത്തിടാൻ. അല്ലെങ്കിൽ തേങ്ങാക്കൊത്തൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചേനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതിനി കുറച്ചുകൂടെ വെള്ളം പറ്റി വരാനുണ്ട്. വെള്ളമാണ് കുറച്ചുകൂടെ ഇങ്ങനെ പറ്റി വരാൻ. നമുക്കപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി, ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി, അടുക്കി പിടിക്കാതെ. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാനായിട്ട്. വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചട്ടിയിലാകുമ്പോൾ നമുക്ക് ഒരുപാടങ്ങ് പറ്റുന്നിടം വരെ ഗ്യാസ് ഓണാക്കി വെക്കണ്ട. അപ്പം ഞാൻ നോക്കി വന്നിട്ട് വെള്ളമൊക്കെ പറ്റാറായി ഇങ്ങനെ വരുന്നുണ്ട്. ചാറൊക്കെ കുറുകി കഷ്ണത്തിലെല്ലാം പിടിച്ചു. അപ്പം ലാസ്റ്റ് ഞാൻ ഇവിടെ പിന്നെ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. ലാസ്റ്റ് നമ്മളിപ്പോൾ ആദ്യമേ മസാല മൂപ്പിക്കുമ്പോൾ ഗരം മസാല ഇട്ടാലും ഞാൻ ലാസ്റ്റ് ശക്കല ഒന്ന് തൂവി കൊടുക്കും ഗരം മസാല കേട്ടോ. അങ്ങനെ ഗരം മസാല ഇട്ടു. പിന്നെ നമ്മുടെ സ്ഥിരം പുളിക്കാരൻ മല്ലിയില അതും ശകലം ഇട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാല എല്ലായിടത്തും ആകണ്ടേ. മല്ലിയിലയുടെ ആ ഒരു എന്താ പറയുന്നത് സ്വാദും എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒന്നും നല്ലതായിട്ട് വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി അടച്ച് വെക്കാം. അപ്പോൾ ചിക്കൻ പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈക്കുള്ള ചിക്കൻ ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പുരട്ടി ഇവിടെ റെഡിയായി. നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. നല്ല ആവി പറക്കുന്ന ചിക്കൻ പുരട്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഇനി ആ ചട്ടിയുടെ ചൂടിൽ നല്ല ഇപ്പോഴും ഞാൻ ഗ്യാസ് ഓഫാക്കി, എന്നിട്ടും ചട്ടിയുടെ ചൂട് കാരണം ഇരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുക. കണ്ടോ, നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തീ കത്തിച്ചു. പാൻ ചൂടാവുന്ന സമയം കൊണ്ട്
നമുക്ക് ഇതിനകത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. നമ്മുടെ വെളിച്ചെണ്ണ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില. നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമുക്കപ്പം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യമേ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട് കറിവേപ്പില, എന്നാലും എണ്ണയ്ക്കകത്തൂടെ ഒരു ഇമ്മിണി ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. ആ എണ്ണയ്ക്ക് ശകലം കറിവേപ്പിലയുടെ ആ ഒരു മണം വരാനും വേണ്ടിയിട്ടാണ്. ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ അങ്ങോട്ട് വിതറി കൊടുക്കാം. ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് ചെയ്യുന്ന അതിനായി വലിയ പാൻ എടുത്തേക്കണം കേട്ടോ. അങ്ങ് മൊത്തത്തിൽ ഇടാം. നമുക്ക് ഇട്ടതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാം. മൊത്തത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തവി കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കൈയൊക്കെ കഴുകിയിട്ട് തവി എടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന്, ഇതിപ്പോൾ കൂട്ടം കൂട്ടമായിട്ടല്ല കിടക്കുന്നത്, നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം അതിനി അവിടെ കിടന്ന വെന്തിട്ട് വേണ്ടേ ഫ്രൈ ആവാനായിട്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് ഓരോന്നായിട്ട് മാറ്റി മാറ്റി ഇടാം. അപ്പം ഞാനെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഫ്ലെയിം ശകലം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അത് വേവാനുള്ള സമയം അതിന് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനെല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ, വേറെ പണിയിലായിപ്പോയി. ലാസ്റ്റ് നമ്മുടെ ചിക്കൻ റെഡിയായി വരുന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.